ഹായ്. ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജലദോഷം, വല്ലാത്ത ജലദോഷം, എന്താ സാറേ ചെയ്യാൻ, നമ്മുടെ പ്രകൃതിയിൽ എന്താ ചെയ്യാൻ? പലരും ചോദിക്കുന്ന ചോദ്യം, എന്താ ജലദോഷം ചെയ്യാൻ പറ്റുക? ഞങ്ങൾ പറയുന്നത് ജലദോഷമല്ല, ജലഗുണമാണെന്നാണ്. കാരണം ശരീരത്തിൽ അധികരിച്ചിരിക്കുന്ന കഫം പുറത്തു പോകുന്നതാണ് ജലദോഷമായിട്ട് എല്ലാവരും പറയുന്നത്. സത്യത്തിൽ അധികരിച്ച കഫം പുറത്തു പോകുന്നത് ദോഷമാണ്, ഗുണമല്ലേ? അതുകൊണ്ട് എന്തിനാ ജലദോഷം എന്ന് പറയുന്നത്? അതുകൊണ്ട് നമ്മളെല്ലാവരും ഇനി ജലദോഷത്തെ ജലഗുണം എന്ന് പറയുകയും ആ പുറത്തു പോകുന്ന കഫത്തെ പോകാൻ അനുവദിക്കുകയും ചെയ്യുക. ഒരു കാരണവശാലും ജലദോഷത്തെ മരുന്ന് കഴിച്ച് തടയാൻ ശ്രമിക്കരുത്. അത് പിന്നീട് ചുമ, തലവേദന, കഫക്കെട്ട്, ആസ്മ, അലർജി, ഇതിന് പലതരത്തിലുള്ള രോഗങ്ങളായി മാറാൻ സാധ്യത. അതുകൊണ്ട് ജലദോഷത്തെ രണ്ട് കൈകൊണ്ടും സ്വീകരിച്ച് അതിനെ നമ്മുടെ ശരീരത്തിൽ അനുവദിച്ചു കൊടുക്കാൻ ശ്രമിക്കും. ആ ജലദോഷം ചെയ്യുന്ന ഗുണങ്ങളെ ഓർക്കുമ്പോൾ നമുക്ക് ജലദോഷം എന്ന് വിളിക്കാൻ പറ്റില്ല, ജലഗുണം എന്ന് വിളിക്കും. അതുകൊണ്ട് ഒരിക്കലും അതിനെതിരെ മരുന്ന് ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു.